ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ഓൾറെഡി പുതിയ ഡസ്റ്ററിനെ സിയറ വെച്ച് കമ്പയർ ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യാനും, അതുപോലെ ക്രെറ്റ, വിക്ടോറസ്, അങ്ങനെ ഒരുപാട് കമ്പാരിസൺസ് നമ്മൾ ഇനി എന്തായാലും ചെയ്യും. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ ഡസ്റ്ററും അതുപോലെ സെൽറ്റോസും തമ്മിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഓരോന്നിൻ്റെയും പ്ലസ് പോയിന്റ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് എന്തായാലും അധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഡിസൈൻ സംഭവങ്ങളൊക്കെ സബ്ജക്റ്റീവാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്റ്റീരിയർ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ വരുന്ന ഡസ്റ്ററിനാണ്. കാരണം 212 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. സെൽറ്റോസ് ഏകദേശം 195 mm അടുത്തേ ഉള്ളൂ. ഇനി ബാക്കി ആസ്പെക്ട്സ്, അതായത് നമ്മുടെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വീൽ ബേസ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ സെൽറ്റോസിന് ലെങ്ത്ത്, വിഡ്ത്ത്, വീൽ ബേസ് ഈ മൂന്ന് സാധനങ്ങൾ ഡസ്റ്ററിനേക്കാൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് ലെങ്ത്ത്. ആൻഡ് വീൽ ബേസും കുഴപ്പമില്ല, 33 mm വ്യത്യാസമുണ്ട്, അതും അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, 68 mm ഡസ്റ്ററിന് കൂടുതലാണ്. സോ ഡസ്റ്റർ അത്യാവശ്യം നല്ല പൊക്കമുള്ളൊരു വണ്ടിയാണ് എന്ന് പറയാം. ഇൻഫാക്ട് നമ്മൾ സിയറ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ, സിയറ ആയിരുന്നു ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള വണ്ടി, അത് വെച്ച് കമ്പയർ ചെയ്താൽ പോലും ഡസ്റ്ററിന് ആകെപ്പാടെ 20-25 mm അടുത്തൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഡസ്റ്ററിന് എന്തായാലും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഫീച്ചേഴ്സിൻ്റെ കമ്പാരിസണിലോട്ട് കിടക്കാം. അതും ഡസ്റ്ററിന് എന്തൊക്കെയാണ് സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ കിട്ടാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഫീച്ചർ കോ പാസഞ്ചറിൻ്റെ 6-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. സെൽറ്റോസിന് ഡ്രൈവർ സൈഡ് 10-way ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കോ പാസഞ്ചർ മാനുവൽ ആണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ 2 സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, രണ്ടും 6-way തന്നെ ഉള്ളൂ. പിന്നെ ലംബാർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് 2 സൈഡിലും വരുന്നുണ്ട്. അടുത്ത തന്നെ ടച്ച് സ്ക്രീനിലുള്ള ഗൂഗിൾ ഇൻ്റഗ്രേഷൻ ആണ്. അതായത് ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ഗൂഗിൾ സർവീസസ് വരുന്നതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറും സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാപ്പ്, സ്പോട്ടിഫൈ, മ്യൂസിക്, ബാക്കി എല്ലാ ആപ്സും ഇതിൻ്റെ അകത്ത് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ. ഫോൺ എപ്പോഴും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ഉണ്ട്, പക്ഷേ അത് കണക്ട് ചെയ്തെപ്പോഴും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ അടുത്ത ഫീച്ചർ പവർ ടെയിൽ ഗേറ്റ് ആണ്. സെൽറ്റോസിന് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ കുറച്ചുകൊണ്ടെങ്കിലും കിട്ടി തുടങ്ങിയെങ്കിലും നമ്മുടെ ഡസ്റ്ററിലും പവർ ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. സോ അത് ഏകദേശം നല്ലതാണ്. പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യം, നമുക്ക് സെൽറ്റോസിൽ കിട്ടുന്ന 447 ലിറ്റേഴ്സ് ആണ്. ഇതിനകത്ത് 518 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. അതും റൂഫ് വരെ മെഷർ ചെയ്യേണ്ട, നമ്മൾ നോർമൽ കപ്പാസിറ്റിയിൽ നോക്കുമ്പോഴാണ് ഇത്തരം വരുന്നത്. അക്കാര്യത്തിൽ ഡസ്റ്ററിന് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. ഫീച്ചേഴ്സും ഡയമെൻഷൻസും ഒക്കെ ഇത്ര പ്ലസ് പോയിന്റ്സ് ഉള്ളൂ. ഇനി ബാക്കി പ്ലസ് പോയിന്റ്സ് വരുന്ന ഒന്നാമത്തെ കാര്യത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസിനെ പറ്റി ഇപ്പോൾ റെനോ പറയുന്ന കാര്യങ്ങളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ്. പഴയ ഡസ്റ്റർ പോലെ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ വണ്ടിയും അതിഗംഭീരം തന്നെയാവും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ വണ്ടി റോഡിൽ ഇറക്കാത്തതുകൊണ്ട് നമുക്കിതുവരെ അറിയില്ല. റോഡിലിറങ്ങാൻ ഇനി ഒരു 2-3 മാസം കൊണ്ട് എടുക്കും. സോ അപ്പോൾ കറക്റ്റ് കൺഫേം ചെയ്യാം. പക്ഷേ എന്നാലും റെനോ അവകാശപ്പെടുന്നതനുസരിച്ച് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബാലൻസ് ഈ വണ്ടിക്കായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാം. ഇനി അടുത്തൊരു സംഭവം വരുന്നത് ഈ വണ്ടിയുടെ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് ആണ്. നമുക്കിതിൻ്റെ അകത്ത് ഓൺ പേപ്പർ വരുന്ന 163 PS 280 Nm ടോർക്കുമാണ്. സെൽറ്റോസിൽ പക്ഷേ 160 PS 253 Nm ടോർക്കുമാണ് വരുന്നത്. അത് വലിയ കുഴപ്പമില്ല, അതായത് ഓൺ പേപ്പർ ഫിഗേഴ്സിൽ ഇത് ഇത്തിരി കൂടെ കൂടുതലാണെന്ന് മാത്രം. പക്ഷേ 1.3 ആണ്, മറ്റ് 1.5 ആണ്, രണ്ടും 4 സിലിണ്ടർ ആണ്. പിന്നെ നമുക്ക് ഡസ്റ്ററിൻ്റെ അകത്ത് വേറെ അഡ്വാൻറ്റേജ് വരുന്നത് 6 സ്പീഡ് വെറ്റ് ക്ലച്ച് ട്രാൻസ്മിഷനാണ്. അതായത് ഡ്യുവൽ ക്ലച്ച് ആണ്, മറ്റതിനകത്ത് നമുക്ക് 7 സ്പീഡ് DCT കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഡ്രൈ ക്ലച്ച് ആണ്, ഇതിനകത്ത് വരുന്ന വെറ്റ് ക്ലച്ച് ആണ്. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ് ഈ വണ്ടിയുടെ ഹൈബ്രിഡ് സിസ്റ്റം. അതിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം. 1.8 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 1.4 kWh സൈസ് വരുന്നൊരു ബാറ്ററി പാക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 80% സിറ്റി യൂസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഫുൾ EV മോഡിൽ തന്നെ ഓടിക്കാനും പറ്റും. ആൻഡ് അത് കമ്പൈൻഡ് ഔട്ട്പുട്ട് 160 PS 172 Nm ടോർക്കും വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഹയസ്റ്റ് പവർ ഫിഗേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് പവർ ട്രെയിൻ വരുന്ന ഈ വണ്ടിയിലാണ്. ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വിക്ടോറിയസും സംഭവങ്ങളൊക്കെ അതായത് ഗ്രാൻഡ് വിറ്റാര വിക്ടോറിയസ് ഹൈറേറ്റർ, അതിനകത്ത് 116 PS കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ 0 to 100 ടൈം തന്നെ ഹൈബ്രിഡിൽ 8.9 seconds ആണ്. നമ്മളിപ്പം 7 സ്പീഡ് DCT ഉള്ള സെൽറ്റോസിൻ്റെ 0 to 100 ടൈം എടുക്കുകയാണെങ്കിൽ അത് ഇതിലും കുറച്ചും കൂടെ സ്ലോ ആണ്, ഏകദേശം 9 seconds അടുത്തായിട്ട് എടുക്കും. ഇതായാലും കുറച്ചും കൂടെ ഫാസ്റ്റ് ആണ്. ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇനീഷ്യൽ ടോർക്കൊക്കെ അടിച്ച് കയറി വരുമല്ലോ. ഇനി പ്രൈസ് നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു ഊഹം വെച്ച് ഡസ്റ്റർ എന്ന് പറയുമ്പം എപ്പോഴും അത്യാവശ്യം നല്ല അഗ്രസീവ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. സോ സെൽറ്റോസിന് അണ്ടർ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രൈസ് വരിക. പക്ഷേ അത് വരാൻ കുറച്ച് ടൈം എടുക്കും. മാർച്ചിലെ പ്രൈസ് വരുള്ളൂ. ആൻഡ് ഏപ്രിലിൽ ഇതിന് ടർബോ പെട്രോളിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഹൈബ്രിഡിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വർഷം ദീപാവലിക്ക് മുന്നേ ആയിട്ടായിരിക്കും എന്നാണ് നമ്മുടെ റെനോ പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇതാണ് ഡസ്റ്ററിൻ്റെ കേസ്. ഇനിയിപ്പോൾ നമുക്ക് സെൽറ്റോസിൽ എന്തൊക്കെയാണ് ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നതെന്ന് നോക്കാം. ഡിസൈൻ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അത് കമ്പയർ ചെയ്യുന്നില്ല. പിന്നെ ഡയമെൻഷൻസിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം സെൽറ്റോസിന് തന്നെയാണ് കൂടുതലെന്ന്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ബൂട്ട് സ്പേസും അതങ്ങ് ഡസ്റ്ററിനാണ് വരുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 12.3 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ നടുവിലൊരു 5 ഇഞ്ചസിൻ്റെ AC കൺട്രോൾ ചെയ്യാനുള്ള സ്ക്രീനും വരുന്നുണ്ട്. ടോട്ടൽ ട്രിനിറ്റി ഡിസ്പ്ലേ എന്നാണ് നമ്മുടെ കിയ ഇതിനെ വിളിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് HUD അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ടോപ്പ് ആൻഡ് വേരിയൻസിൽ.
അതുപോലെ തന്നെ ഇൻബിൽഡ് ഡാഷ് ക്യാം ഫ്രണ്ട് ആൻഡ് റിയർ, ഫ്രണ്ട് മാത്രമല്ല അതും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ആ വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങുള്ളൂ, പക്ഷേ എന്തായാലും വണ്ടിയിലതുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഡസ്റ്ററിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 2 സീറ്റ്സ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് 10 അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ അത് അഗൈൻ ഇതിൻ്റെ ഫേവറിൽ പോകും. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ 8 സ്പീക്കർ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം ആണ് കിട്ടുന്നത്. ഡസ്റ്ററിനകത്ത് പക്ഷേ 6 സ്പീക്കർ ആർക്കിമിസിൻ്റെ ഓഡിയോ സിസ്റ്റേ വരുന്നുള്ളൂ. ഇത്രയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ഇനി അതല്ലാതെ ബാക്കി പ്ലസ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം റിയർ സീറ്റ് സ്പേസ് ആണ്. ഇത്രയും ലെങ്ത്തും വീൽ ബേസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റ്സിൻ്റെ ഒരു സ്പേസ് മാനേജ്മെൻറ്റും പാക്കേജിങ്ങും ഒക്കെ ഡെഫിനറ്റ്ലി ഡസ്റ്ററിലും കുറച്ചുകൂടെ ബെറ്റർ ആണ്. അഗൈൻ ഞാൻ നേരത്തെ സിയറയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ ഡസ്റ്ററും റിയർ സീറ്റ് സ്പേസിൻ്റെ കാര്യത്തിൽ വളരെ ഗംഭീരമൊന്നും അല്ലായിരുന്നു, അത്ര വിട്ടൊന്നും ഇല്ലായിരുന്നു. അതിനും കൂടുതലും മസ്കുലർ ലുക്ക് അവർ സൈഡിലത്തെ ക്ലാഡിങ്ങിലോട്ടാണ് കൊടുത്തത്. പുതിയ വണ്ടിയിലും ഒരു പരിധി വരെയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ മാത്രം നല്ല വിട്ടില്ല സെൽറ്റോസും സിയറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിനകത്ത് വെച്ച് 3 പേർക്ക് ഇരിക്കാൻ ആവശ്യത്തിന് വിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസ്, ലെഗ് റൂം, ന്യൂ റൂം എല്ലാം കൂടുതലാണ്. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് വരുന്ന ഓവറോൾ ചില മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയാണ്. റെനോ ഡസ്റ്ററിൻ്റെ ക്വാളിറ്റി എന്തായാലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൈഗറോ മാഗ്നറ്റോ അവരുടെ താഴത്തെ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് സ്റ്റിൽ നമ്മുടെ ഹ്യുണ്ടായും അതുപോലെ കിയ ഓഫർ ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അപ്പർ ലെവലിൽ നിൽക്കുന്ന വണ്ടികളുടെയാണ്. സെൽറ്റോസിൽ ഇപ്പോൾ സത്യം പറഞ്ഞ പുതിയ ജനറേഷൻ വന്നപ്പോൾ അവർ ചില സ്ഥലത്ത് ക്വാളിറ്റി കുറച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഡസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ആക്ച്വലി ബെറ്ററാണ്. സോ അത് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രം. ഈ ഫിറ്റ് ആൻഡ് ഫിനിഷ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, രണ്ട് കമ്പനികളും നല്ലതാണ്. അടുത്ത പ്ലസ് പോയിന്റ് വരുന്നത് ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിലാണ്. സെൽറ്റോസിൽ നമുക്ക് ഡീസൽ എഞ്ചിൻ ഇപ്പോഴും 1.5 ലിറ്റർ ഡീസലാണ്, 4 സിലിണ്ടറാണ്, 116 PS, അതുപോലെ 250 ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ഡസ്റ്ററിൽ നമുക്ക് ആകപ്പാടെ ഹൈബ്രിഡ് മാത്രമേ വരുന്നുള്ളൂ. അവർ ഡീസൽ നിർത്തിയിട്ടും കുറച്ച് കാലമായി. പിന്നെ ഈവൻ ഇവരുടെ 1.5 NA പെട്രോൾ, അതായത് 115 PS 144 ടോർക്കും വരുന്ന NA വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് അത്യാവശ്യം നല്ല NVH, അതായത് സ്മൂത്ത്നെസ്, റിഫൈൻമെൻറ്റ് ആയിക്കോട്ടെ, ഹാർഷ്നെസ് ആയിക്കോട്ടെ, അതെല്ലാം കുറവാണ്. സ്മൂത്ത്നെസ് കൂടുതലുമാണ്. ഡസ്റ്ററിന് പക്ഷേ ബേസിക് റേഞ്ചിൽ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ ആണ് കിട്ടുന്നത്. ഈവൻ ദോ അതിൻ്റെ മിഡ് റേഞ്ച് പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് വരുന്ന NA എഞ്ചിനും കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ ലോ എൻഡ് ഒക്കെ പോകുന്ന സമയത്തും അതുപോലെ വണ്ടി ഐഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ 4 സിലിണ്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് എന്തായാലും ഓഫർ ചെയ്യും. 4 സിലിണ്ടർ 3 സിലിണ്ടർ നോക്കേണ്ട കാര്യമില്ല, കാരണം ഫോക്സ്വാഗൻ്റെ ഒക്കെ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻസ് തന്നെയാണ് അവർ ബേസ്, ടൈഗൺ, വെർട്ടസ്, കുഷാക്ക്, സ്ലാവിയ എല്ലാത്തിലും കൊടുക്കുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ് ഇവരുടെ നമ്മുടെ റെനോയുടെ 1 ലിറ്റർ ടർബോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം റെനോ എന്ന് പറയുമ്പോൾ അവർ മാഗ്നറ്റിലും കൈകറിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു 1 ലിറ്റർ ടർബോ ആണ് ഡസ്റ്ററിലും കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ആവശ്യത്തിനുള്ള പെർഫോമൻസ് കിട്ടിയാൽ മതി. പിന്നെ ബേസിക് വേരിയൻസിൽ അവർക്ക് പ്രൈസ് മാക്സിമം താഴെ വയ്ക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ഉദ്ദേശം. അല്ലാതെ 1.3 ടർബോ കൊടുത്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് 14 ലക്ഷം രൂപയാക്കുക എന്നുള്ളതല്ലല്ലോ. എനിവേ, പിന്നെ നമുക്ക് സെൽറ്റോസിൽ പറയാൻ പറ്റുന്ന വേറൊരു എക്സ്ട്രാ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ 360 ഡിഗ്രി ക്യാമറയുടെ ക്ലാരിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അത് പറയേണ്ടി വന്നത്. പിന്നെ വരുന്ന ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കിയയുടെ ഈവൻ ഷോറൂംസിൻ്റെ അവൈലബിലിറ്റി ആയാലും മൊത്തത്തിലുള്ളൊരു ആഫ്റ്റർ സെയിൽസ് എക്സ്പീരിയൻസ് ആണെങ്കിലും റെനോയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. റെനോ അത്യാവശ്യം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. പണ്ടൊക്കെ കുറച്ച് മോശമായിരുന്നു, ഇപ്പോൾ പിന്നെയും വലിയ പ്രശ്നമില്ല. എന്നാലും നമുക്ക് ആ ഒരു ഇതിൻ്റെ പോലെ അത്രയും പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. എനിവേ, മാക്സിമം വാറണ്ടി ഓഫേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ റെനോ ആണ് ഇപ്പോൾ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. റെനോ ഫോർ എവർ എന്ന് പറഞ്ഞ പാക്കേജിൽ നമുക്ക് 7 ഇയേഴ്സ് വരെ മാക്സിമം വാറണ്ടി ഡസ്റ്ററിൽ കിട്ടുന്നുണ്ട്. 7 ഇയേഴ്സ് 1.5 lakh കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. കെയിൽ പക്ഷേ 5 ഇയേഴ്സ് വരെ മാക്സിമം എക്സ്റ്റൻഡ് വാറണ്ടി ആണെങ്കിലും കിട്ടുന്നുള്ളൂ. എനിവേ, നിങ്ങൾ ഇത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 വണ്ടികളിൽ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.